ഹലോ, ഇന്നൊരു നെല്ലിക്കാച്ചാറ് വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് അരിനെല്ലിക്ക എന്നാണ് പറയുക കേട്ടോ. അപ്പം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും മുളകും കുറച്ച് വേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വിനീഗറും. ചട്ടി ചൂടാക്കിയതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ കുറച്ച് നല്ല എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അടുത്തത് ഉലുവയാണ്. ഈ കടുകും ഉലുവയൊക്കെ നന്നായി പൊട്ടിയതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് അച്ചാർ പൊടിയാണ് കേട്ടോ. ഈ അച്ചാർ പൊടി ഇട്ടതിന് ശേഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മുടെ തീ എപ്പോഴും ലോ ഫ്ലെയിമിലിടണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും കേട്ടോ. ഈ അച്ചാർ പൊടി ഇതിൽ കിടന്ന് നന്നായിട്ട് മൂക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഈ അച്ചാർ പൊടിയും കടുകും ഉലുവയും പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടിയും ഉപ്പും ഇതിലോട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഇതിലോട്ടിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മളിവിടെ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ. അപ്പോഴും പിന്നെയും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ, ഇത് കരിയാണ്ട് ശ്രദ്ധിക്കണം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് വിനീഗർ ആഡ് ചെയ്യണം കേട്ടോ. വിനീഗർ ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് നന്നായിട്ട് തിളപ്പിക്കണം. ഈ തിളപ്പിക്കുന്നതിന് കൂടെ തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കുകയും വേണം. അതിനുശേഷം ഞാൻ ഇതിലോട്ട് കുറച്ച് കായപ്പൊടി ആഡ് ചെയ്യാണ്. പക്ഷേ കായപ്പൊടി തീർന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാനൊരു കായം ഇതിലോട്ട് ഇട്ടു കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന അരിനെല്ലിക്ക ഇതിലോട്ട് ആഡ് ചെയ്യാം. നല്ല മണമൊക്കെ ഉണ്ടല്ലോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കണം കേട്ടോ. അതൊക്കെ ഞാൻ നോക്കിയായിരുന്നു, ഒന്നും വീഡിയോ എടുത്തില്ല. ഒരു 10 മിനിറ്റ് അത് അവിടെ കിടന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ അച്ചാർ ഏകദേശമൊക്കെ റെഡിയായി കഴിഞ്ഞു കേട്ടോ. ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു പാത്രത്തിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാം. ഫ്രിഡ്ജിൽ വെക്കണമെന്ന് ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത്.